നമസ്കാരം ശ്രീകുട്ട. ഞാൻ തൃമധുരത്തിലെ അംഗമായതിനു ശേഷം ആദ്യമായിട്ട് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എഴുതുന്നത്. ഈ കത്ത് എത്രയും പെട്ടെന്ന് വായിക്കണേ മോനെ. നമസ്കാരം ശ്രീ. ഞാൻ ജിതേഷ് കുമാർ. അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ നിന്നും രണ്ടെണ്ണം ശ്രീയുടെ സുന്ദരമായ അവതരണ ശൈലിയിലൂടെ എല്ലാ കൃഷ്ണഭക്തന്മാരിലേക്കും പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യത്തേത് കൃഷ്ണാനുഭവവും രണ്ടാമത്തേത് അയ്യപ്പസ്വാമിയുടേതുമാണ്. കൃഷ്ണാനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊരു തികഞ്ഞ ദേവീഭക്തനായിരുന്നു. കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് 3 വർഷമായി. യൂട്യൂബിൽ സുസ്മിതാജിയുടെ അനുഭവങ്ങളും ക്ലാസ്സുകളും നിരന്തരം കേട്ട് കേട്ട് എനിക്കും കണ്ണനോട് ഭക്തിയും ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങി. പോരാത്തതിന് ഭഗവത്ഗീത പാരായണം എന്നെ ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിന് തന്നെ പാടെ മാറ്റങ്ങളുണ്ടാക്കി. ഇനി അനുഭവത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ തവണ ലീവിന് നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ അമ്പലത്തിലെത്തി. അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നോക്കെത്താ ദൂരത്തുള്ള ക്യൂവിൽ നിൽക്കുന്ന അവസരത്തിൽ പല ചിന്തകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇനി എപ്പോഴാണോ എൻ്റെ ഊഴം വരിക? സന്ധ്യ കഴിയോ ആവോ? എന്താണ് വേണ്ടത്? ഒത്തിരി വൈകുമോ ആവോ? കണ്ണാ, ത്രിമധുരത്തിൽ കേൾക്കാറുള്ളത് പോലെ ഒരനുഭവം എനിക്കും തന്നുകൂടെ എന്നൊക്കെ ചിന്തിച്ചു നിന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്നിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഞാനൊരു പാസ് തരാമെന്ന് പറഞ്ഞു തന്നുട്ടോ. ആ പാസും കൊണ്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ നട തുറക്കാൻ വൈകുമെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. ഒരു VIP ദർശനം ഉള്ളത് കൊണ്ടാണ് വൈകുന്നത്. 5 മിനിറ്റിന് ശേഷം നട തുറന്നു. അകത്തു കടന്നതും പിന്നിൽ നിന്നും കഥ കടച്ചുട്ടോ. എന്താ കഥ? എനിക്ക് മുന്നിൽ ആകെ 5-6 ആളുകൾ മാത്രം. പിന്നിൽ ആരുമില്ല. അങ്ങനെ എനിക്ക് 4-5 മിനിറ്റ് എൻ്റെ പൊന്നുണ്ണി കണ്ണനെ കൺകുളിർക്കെ മനസ്സു നിറയെ ദർശിക്കാനുള്ള അവസരം കണ്ണൻ എനിക്ക് തന്ന് അനുഗ്രഹിച്ചുട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഉണ്ണിക്കണ്ണനെ ദർശിച്ചത്. ആ അമ്മയുടെ രൂപത്തിൽ പാസുമായിട്ട് രാധാറാണിയാണോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കണ്ണൻ അയച്ചത്? അങ്ങനെ എനിക്കൊരനുഭവം തരണേ എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും കണ്ണൻ എനിക്ക് വിലമതിക്കാനാവാത്ത അനുഭവം തന്ന് അനുഗ്രഹിച്ചു. ഇനി രണ്ടാമത്തെ അനുഗ്രഹം ശബരിമലയിൽ വെച്ചുണ്ടായത്. 5 മണിക്കൂർ മല ചവിട്ടി അമ്പലത്തിലെത്തി. വലതുവശത്ത് നിന്നാലാണ് നന്നായിട്ട് ദർശനം കിട്ടുക എന്ന് പണ്ട് ആരോ പറഞ്ഞത് ഓർത്തുട്ടോ. അവിടുന്ന് മാറാതെ നിന്നു. അമ്പലനടയിൽ എത്താറായപ്പോഴേക്കും പെട്ടെന്നുണ്ടായ ഒരു തിരക്കിൽപ്പെട്ട് ഞാൻ മറുവശത്തേക്ക് തള്ളപ്പെട്ടു. എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. 4-5 മണിക്കൂർ മല ചവിട്ടി അവിടെ എത്തിയിട്ട് ഭഗവാന്റെ വിഗ്രഹം എനിക്ക് ദർശിക്കാനാവാത്തതിൽ ഈ വരവിനൊരു അർത്ഥമില്ലാതായി പോകുമല്ലോ എന്ന് ഓർത്തു. എനിക്ക് ഒത്തിരി സങ്കടമായി പോയിട്ടോ. ഇനി എനിക്ക് ദർശനം കിട്ടില്ലെന്ന് ഞാൻ മനസ്സിലുരുവിട്ട് നിന്നപ്പോൾ വീണ്ടും ഒരു ബഹളം ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നത് ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പാല് നിറച്ച ഒരു ചെമ്പുരുളിയിൽ ആളുകൾ പൈസ ഇടുന്നു. ഞാനിട്ടു. തുടർന്ന് ഞാൻ മുന്നോട്ട് നോക്കിയപ്പോൾ എനിക്ക് വിഗ്രഹം ദർശിക്കാനാവുന്നില്ല. അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ച എന്നെ വല്ലാതെ അമ്പരപ്പിച്ച് കളഞ്ഞു. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശമാണ് ഞാൻ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ എന്നെ പിടിച്ചു മാറ്റി. നോക്കുമ്പോൾ അവിടെ എനിക്ക് ചുറ്റും ആരുമില്ല. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം കിട്ടിയ എനിക്ക് അവിടം വിട്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ഒരു കാന്തഫലയത്തിൽ അകപ്പെട്ടതുപോലെയുള്ള മാനസികാവസ്ഥയിലായി. കത്ത് നീണ്ടുപോയി. അതിന് ക്ഷമിക്കണം. ഈ 2 അനുഭവങ്ങളും ശ്രീയുടെ ശബ്ദത്തിലൂടെ സുന്ദരമായ അവതരണ ശൈലിയിലൂടെ എല്ലാ ഭക്തരോടും പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 അനുഭവവും ഗംഭീര അനുഭവം തന്നെ അല്ലേ. എന്താ പറയേണ്ടതെന്നറിയില്ല. രണ്ടാമത് ശബരിമലയിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഫീലിംഗ് അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത് പോയി കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഗുരുവായൂരിലേത് നമ്മൾ പറയണ്ടല്ലോ അല്ലേ. നമ്മൾ സ്ഥിരം പറഞ്ഞ് എല്ലാവരും ഗുരുവായൂരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഭക്തരാണ് നമ്മളെ കൂടെ ഉള്ളത്, നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, ചാനലുകൾ ഫോളോ ചെയ്യുന്നത്. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രം അനുഭവങ്ങളാക്കി കേട്ടോ.